My dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ എക്സസൈസ് 12.3 8th ക്വസ്റ്റ്യൻ തുടർന്നുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8, എക്സസൈസ് 12.3 ക്വസ്റ്റ്യൻ നമ്പർ 8. Figure 12.26 depicts a racing track whose left and right ends are semicircular. The distance between the two inner parallel line segments is 60 meter and they are each 106 meter long. If the track is 10 meter wide, find, first question, the distance around the track along its inner edge. Second question, the area of the track. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തന്നിട്ടുള്ളത് അല്ലേ. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏകദേശം ഇതുപോലൊരു ഫിഗറാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്താണ് ഫിഗറിൻ്റെ പ്രത്യേകത എന്ന് നോക്കൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്, അതായത് രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് അല്ലേ. രണ്ടല്ല, 4 പാരലൽ ലൈൻസ് എന്ന് പറയാൻ വേണമെങ്കിൽ 2 പെയർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇവിടെ വരെ ലൈൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ലൈനാണ് എ ബി എന്ന് പറയുന്നത്, ഒരു ലൈനാണ് കേട്ടോ. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ. നെക്സ്റ്റ് ബി സി, ബി സി അല്ല സി ഡി, രണ്ടാമത്തെ ലൈൻ സി ഡി. തേർഡ് ലൈൻ ഇ എഫ്. നെക്സ്റ്റ് ജി എച്ച്. ഇങ്ങനെ 4 പാരലൽ ലൈൻസ് അവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം നമുക്ക്. ആദ്യത്തെ ഏതാ, എ ബി എന്ന് പറയുന്നത് ഒരു ലൈൻ. നെക്സ്റ്റ് സി ഡി എന്ന് പറയുന്നത് മറ്റൊരു ലൈൻ അല്ലേ. പിന്നെ ഇ എഫ് എന്ന് പറയുന്ന ഒരു ലൈൻ, പിന്നെ ജി എച്ച് എന്ന് പറയുന്ന ഒരു ലൈൻ. ഇങ്ങനെ ടോട്ടൽ എത്ര ലൈൻസ് ആണ് തന്നിട്ടുള്ളത്? 4 ലൈൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഈ 4 ലൈൻസും എന്താണ്, പാരലൽ ആണ്. അത് വേണം മനസ്സിലാക്കേണ്ടത്. ഈ 4 ലൈൻസും പാരലൽ ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. അവസാനത്തെ ലൈൻ ജി എച്ച് എന്ന് പറയുന്ന ഒരു ലൈൻ കേട്ടോ. ഓക്കെ, 4 പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? എ ബി, സി ഡി, ഇ എഫ്, ജി എച്ച്. ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ്. അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. ഈ ട്രാക്കിൻ്റെ പ്രത്യേകത, 2 പാരലൽ ലൈൻസിൻ്റെ എൻഡിൽ ഓരോ സെമി സർക്കിളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അങ്ങനെയുള്ളൊരു ട്രാക്കാണ്. നോക്കിയാൽ അറിയാം. ഇത് 2 ലൈൻസ് ആണ്. അതിൻ്റെ എൻഡിൽ സെമി സർക്കിൾ ജോയിൻ ചെയ്തൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ഇത് ഔട്ടർ ട്രാക്ക്. നോക്കൂ, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അതിൻ്റെ എൻഡിൽ സെമി സർക്കിൾ ജോയിൻ ചെയ്തൊക്കെയാണ്. അങ്ങനെയാണ് ഈ ഷേപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം 4 ലൈൻസ് ഉണ്ട്, 4 സെമി സർക്കിൾസ് ഉണ്ട്. ഇത് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത്. ഫിഗർ ആദ്യം നന്നായി ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന 4 ലൈൻസ് അവിടെയുണ്ട്. ഓൾ ദ ലൈൻസ് ആർ പാരലൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ നോക്കൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഇന്നർ പാരലൽ ലൈൻസ്. ഇന്നർ എന്ന് പറഞ്ഞാൽ ഉള്ളിലായിട്ടുള്ളത് അല്ലേ. ഉള്ളിലായിട്ട് വരുന്ന 2 പാരലൽ ലൈൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എ ബി, അതുപോലെ ഏതാ സി ഡി. അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആണ് തന്നിട്ടുള്ളത്. എത്രയാ? 60 മീറ്റർ ആണെന്ന് പറയണം. അപ്പോൾ 2 പാരലൽ ഇന്നർ പാരലൽ ലൈൻസ് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എത്ര തന്നിട്ടുള്ളത്? 60 മീറ്റർ എന്ന് പറയുന്നത്. നന്നായി മനസ്സിലാക്കണം. അപ്പോൾ ഈ 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 60 മീറ്റർ എങ്കിൽ നോക്കുക, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇത് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ബി ഡി. ബി ഡി എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ എൻഡ്സ് ആണ് അല്ലേ. ബിയും ഡിയും ആണല്ലോ. അപ്പോൾ ഈ ബിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 ആണ്. കാരണം 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 60 മീറ്റർ ആണ്. അപ്പോൾ ഈ ബി എന്ന പോയിന്റിൻ്റെയും ഡി എന്ന പോയിന്റിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് 60 ആണ്. ഈ 60 എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറയാം? ഡയാമീറ്റർ ആണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? ബി ഡി എന്ന് പറയുന്നത് എന്താണ്? ആ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. അത് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇന്നർ പാരലൽ ലൈൻ 60 ആണെങ്കിൽ ഈ സെമി സർക്കിളിൻ്റെ ഡയാമീറ്ററും എത്രയായിരിക്കും വരിക? 60 മീറ്റർ ആയിരിക്കും. അപ്പോൾ ആ ഉള്ളിലെ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ 60 ആണ്. അതായിരുന്നു മനസ്സിലാക്കി വെക്കണം കേട്ടോ.
ഇനി എന്താണ് മറ്റൊരു കാര്യം പറയുന്നത്, ഇഫ് ദ ട്രാക്ക് ഈസ് 10 മീറ്റർ വൈഡ്, ഈ ട്രാക്ക് ഇതാണല്ലോ ട്രാക്ക്, ഈ ട്രാക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാ, 10 മീറ്റർ ആണ്. ട്രാക്ക് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ട്രാക്കിൻ്റെ വിഡ്ത്ത് 10 മീറ്റർ ആണെന്ന് പറയേണ്ടത്. ഇതാണ് മറ്റൊരു കാര്യം പറയുന്നത്, 10 മീറ്റർ ആണ് ട്രാക്കിൻ്റെ വിഡ്ത്ത്. അതാണ് മറ്റൊരു കാര്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇഫ് ദ ട്രാക്ക് ഈസ് 10 മീറ്റർ വൈഡ് ഫൈൻ, ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ദേ ആർ ഈച്ച് 106 മീറ്റർ ലോങ്. ഓരോ പാരലൽ ലൈൻസും 106 മീറ്റർ ലോങ് ആണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 106 മീറ്റർ. എ ബി സി ഡി എല്ലാ ലൈൻസും ഈക്വൽ ആണ് കേട്ടോ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 106 ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇന്നർ സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 60 ആണ്. കാരണം ഈ വിഡ്ത്ത് 60 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും 60 ആണ്. 60 എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. അപ്പോൾ ആ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ 60 മീറ്റർ ആണ്. മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യം. പിന്നെ എ ബി സി ഡി എന്ന് പറയുന്നതിൻ്റെയൊക്കെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 106 ആണ്. പിന്നെ വിഡ്ത്ത് ബിറ്റ്വീൻ ദ ട്രാക്ക് തന്നിട്ടുണ്ട് എത്രയാ, വിഡ്ത്ത് എത്രയാ, 10 മീറ്റർ. വിഡ്ത്ത് എന്ന് പറയുന്നത്, ട്രാക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലമാണ് മറ്റു പ്രോബ്ലങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് അലോങ് ഇറ്റ്സ് ഇന്നർ എഡ്ജ് എന്ന് പറഞ്ഞാൽ, ഇന്നർ എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് ആ ഇന്നർ എഡ്ജ് എന്ന് ആദ്യം ക്ലിയർ ആയിട്ട് അറിയണം. ഇതാണ് നമ്മുടെ ഇന്നർ എഡ്ജ് എന്ന് പറയുന്നത്. ഉള്ളിൽ നമുക്കൊരു ട്രാക്ക് പോലെ നോക്കൂ, ഇങ്ങനൊരു ഷേപ്പ് വരുന്നുണ്ട് അല്ലേ. ഇതാണ് ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് എന്ന് പറയുന്നത്, ഇന്നർ എഡ്ജ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് അലോങ് ഇറ്റ്സ് ഇന്നർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഉള്ളിലായി കാണുന്ന ഇത്രയും പോർഷനെയാണ് എന്ത്, ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് അലോങ് ഇറ്റ്സ് ഇന്നർ എഡ്ജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനൊരു ഷേപ്പ് ഉള്ളിൽ വരുന്നുണ്ട് അല്ലേ. സെമി സർക്കിൾ, രണ്ട് എൻഡിൽ 2 ലൈൻസ്. ഇതാണ് ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് അലോങ് ഇറ്റ്സ് ഇന്നർ എഡ്ജ് എന്ന് പറയുന്നത്. ഇതിൽ ഈ പോർഷനാണ് എ ബി, ഈ ലൈൻ. ഇതാണ് ഏത്, സി ഡി. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു സെമി സർക്കിൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ, ഒരു സെമി സർക്കിൾ. അപ്പം ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, 2 ലൈൻസ് ഉണ്ട്, 2 സെമി സർക്കിൾസും ജോയിൻ ചെയ്തതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് അലോങ് ഇറ്റ്സ് ഇന്നർ എഡ്ജ്. ഉള്ളിലായി കാണുന്ന ട്രാക്കിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്, അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് കേട്ടോ. ചെയ്യാനായിട്ട് നോക്കാം നമുക്ക്. ഇതിന് ഞാൻ പറഞ്ഞു 4 പാർട്ടാണുള്ളത് അല്ലേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിന് 4 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്, എ ബി സി ഡി എന്ന് പറഞ്ഞാൽ 2 ലൈൻ ഉണ്ട്, പിന്നെ 2 സെമി സർക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഇങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക്. ഞാൻ ഡിസ്റ്റൻസ് മാത്രമേ എഴുതണുള്ളൂ കേട്ടോ, ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുള്ള പോലെ തന്നെ. ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് അലോങ് ഇറ്റ്സ് ഇന്നർ എഡ്ജ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം, ടോട്ടൽ ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് along its inner edge, അങ്ങനെ തന്നെ എഴുതാം, ഈസ് ഈക്വൽ ടു, എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ലൈനിൻ്റെ ലെങ്ത് തമ്മിൽ ആഡ് ചെയ്യണം, പിന്നെ 2 സെമി സർക്കിൾസും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എഴുതിയാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എ ബി എന്ന് പറയുന്ന ലൈൻ പ്ലസ് സി ഡി എന്ന് പറഞ്ഞ ലൈൻ, ഈ രണ്ടിൻ്റെയും ലെങ്ത് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. പിന്നെ 2 സെമി സർക്കിൾസ് ഉണ്ട്, പ്ലസ് 2 സെമി സർക്കിൾസ്. സെമി സർക്കിൾസിൻ്റെ പെരിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, പെരിമീറ്റർ ഓഫ് 2 സെമി സർക്കിൾ. 2 സെമി സർക്കിൾസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഉദ്ദേശിക്കുന്നത്, പെരിമീറ്റർ ആണ് അല്ലേ, അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയാം. അപ്പോൾ 2 സെമി സർക്കിൾസിൻ്റെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോഴാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുക. എന്താ പറഞ്ഞത്, എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ കൂടെ സി ഡി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ലെങ്ത് ആഡ് ചെയ്യുക, പിന്നെ 2 സെമി സർക്കിളിൻ്റെ
ലെങ്ത് ആണ് ആഡ് ചെയ്യുക. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, പെരിമീറ്റർ ആണ് ആഡ് ചെയ്യേണ്ടത്. അതാണ് എഴുതിയിട്ടുള്ളത്, പെരിമീറ്റർ ഓഫ് 2 സെമി സർക്കിൾസ്. 2 സെമി സർക്കിൾസിൻ്റെ പെരിമീറ്ററും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, എ ബി എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 106 ആണ്. സി ഡി എന്ന് പറയുന്നതും 106 ആണ്. സോ ഇറ്റ് വിൽ ബി 106 പ്ലസ് 106 പ്ലസ് പെരിമീറ്റർ ഓഫ് 2 സെമി സർക്കിൾസ്. 2 സെമി സർക്കിൾസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 2 സെമി സർക്കിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു സർക്കിൾ ആയിട്ട് വരും അല്ലേ. അപ്പോൾ 2 സെമി സർക്കിൾസിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എന്തായിരിക്കും വരിക, എ സർക്കിൾ ആയിരിക്കും വരിക അല്ലേ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആയിരിക്കും. 2 സെമി സർക്കിൾ ജോയിൻ ചെയ്താൽ ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് വരിക, അറിയാലോ. അപ്പോൾ 2 സെമി സർക്കിൾസിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് വരിക. അതാണ് ഞാൻ എഴുതിയത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 106 പ്ലസ് 106 പ്ലസ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ നമുക്കറിയാം 2πr. 2 സെമി സർക്കിൾ കൂടിയിട്ടാണ് ഒരു സർക്കിൾ ആയിട്ട് വന്നത് കേട്ടോ. അതിൻ്റെ പെരിമീറ്റർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 106ഉം 106ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 212 ആയി അല്ലേ, 212. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ആണ്. റേഡിയസ് നമുക്ക് മനസ്സിലാക്കണം, ഈ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ 60 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 60/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക, 30 ആണ് കേട്ടോ. ഡയാമീറ്റർ 60 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, 30 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 30 മീറ്റർ, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 212 പ്ലസ് 2 ഇൻറ്റു 22. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, കട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. 2 ഇൻറ്റു 22 44 ഇൻറ്റു 3 30 ഡിവൈഡഡ് ബൈ 7 ആയി അല്ലേ. ഇനി 7 കൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 212 ഇൻറ്റു 7, എൽ സി എടുക്കാനായിട്ട് 7 എടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. പ്ലസ് 44 ഇൻറ്റു 30 ഹോൾ ഡിവൈഡഡ് ബൈ 7, എൽ സി ആണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ 7 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ 7 എന്ന് കൊടുത്തു എൽ സി എടുത്തപ്പോൾ. ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാം. 212 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 1484 അല്ലേ. പ്ലസ് 44 ഇൻറ്റു 3 അല്ലേ. നമുക്ക് നെക്സ്റ്റ് 44 ഇൻറ്റു 30 ആണ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 1320 അല്ലേ. ഡിവൈഡഡ് ബൈ 7 എന്നാണ് വരിക കേട്ടോ. അത് ആഡ് ചെയ്യുമ്പോൾ 2040 റിമൈനിങ് 182 അല്ലേ. 2804 ഡിവൈഡഡ് ബൈ 7, ദാറ്റ് മച്ച് ഏരിയ, ഐ മീൻ ലെങ്ത് ആണ് കേട്ടോ. അത് ഡിസ്റ്റൻസ് അറൗണ്ട് ദ ട്രാക്ക് എന്നല്ലേ പറഞ്ഞിട്ടില്ലേ, അത്ര മീറ്റർ ആയിരിക്കും വരിക. വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് ഡെസിമലിൽ എഴുതാം. ഇങ്ങനെ എഴുതിയാലും മതി. 2804 ഡിവൈഡഡ് ബൈ 7 മീറ്റർ, ദാറ്റ് വിൽ ബി ദ ആൻസർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്, 2 ലെങ്ത്ത് ആഡ് ചെയ്യുക, ഐ മീൻ ലൈനിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്യുക, 2 സെമി സർക്കിളിൻ്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ. ഇതുപോലെ വേണം ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട്. ഇനി അതിൽ തന്നെ മറ്റൊരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ ട്രാക്ക് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏരിയ ഓഫ് ദ ട്രാക്ക് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ദ ട്രാക്ക് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രാക്ക് കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. നോക്കൂ, ഇത്രയും പോർഷനാണ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഈ 2 ട്രാക്കിൻ്റെ ഇടയിൽ വരുന്ന ഭാഗം, അതാണ് ഏരിയ ബിറ്റ്വീൻ ദ 2 ട്രാക്സ് എന്ന് പറഞ്ഞാൽ വരുന്നത് ഈ ഏരിയ ആണ് അല്ലേ. ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നോക്കൂ, ഇവിടെ അതുപോലെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, അതുപോലെ ഇവിടെയും കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ 4 പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ താഴേക്ക് വരയ്ക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ പോർഷൻസ് വരിക കേട്ടോ. ഏരിയ എന്ന് പറയുമ്പോൾ 4 പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നോക്കി, AEFB എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയാം അല്ലേ. നമുക്ക് വേണമെങ്കിൽ AEFB എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ആണ് ആദ്യത്തെ പാർട്ട്. അതിൻ്റെ ലെങ്ത്ത് 106 ആണ് ഇവിടെ.
ഇവിടെയും 106 ആണ് കേട്ടോ. ലെങ്ത്ത് ഈ രണ്ട് ലൈൻ 106 106 ആയിട്ടൊരു റെക്റ്റാങ്കിൾ. മറ്റൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു റിങ്ങിൻ്റെ പകുതി അല്ലേ, ഹാഫ് ഓഫ് ദ റിങ് എന്ന് പറയാം കേട്ടോ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഭാഗമാണ് വരിക, ഹാഫ് ഓഫ് ദ റിങ് എന്നൊക്കെ പറയാം നമുക്ക്. റിങ്ങിൻ്റെ പകുതി എ ഇ ജി സി എന്ന് പറയുന്ന ഒരു പോർഷൻ, എ ഇ ജി സി എന്ന് പറയുന്ന ഒരു പോർഷനാണ് രണ്ടാമത്തെ വരിക. ഈ പോർഷൻ കേട്ടോ, എ ഇ ജി സി എന്ന് പറയുന്ന ഒരു സെമി റിങ് എന്നൊക്കെ പറയാം, റിങ്ങിൻ്റെ പകുതി കേട്ടോ. മൂന്നാമത് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആണല്ലോ വരിക, ഇതായിരിക്കും മൂന്നാമത്തെ പോർഷൻ. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ സി ജി എച്ച് ഡി എന്ന് പറയുന്ന പോർഷൻ, സി ജി എച്ച് ഡി എന്ന് പറയുന്ന തേർഡ് പോർഷനാണ്. ഫോർത്ത് പോർഷൻ വീണ്ടും ഒരു റിങ്ങിൻ്റെ പകുതി അല്ലേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെയൊക്കെ വരും, ഒരു റിങ്ങിൻ്റെ പകുതിയാണ് വരുന്നത്. പേര് പറയുകയാണെങ്കിൽ നമുക്ക് ആ പോർഷന് ബി എഫ് എച്ച് അതുപോലെ ഡി, ബി എഫ് എച്ച് ഡി എന്ന് പറയുന്ന ഒരു പോർഷനാണ് വരിക. അതായത് ഒരു റിങ്ങിൻ്റെ ഹാഫ് ഓഫ് ദ റിങ് എന്ന് പറയാം അല്ലേ, റിങ്ങിൻ്റെ പകുതി അതായിരിക്കും വരിക. ഇത്രയും പോർഷൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രാക്ക് കിട്ടുക അല്ലേ. ട്രാക്കിൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് ഏരിയ കാണണമെങ്കിൽ ഇത്രയും പാർട്സ് ആണ് അതിന് ഉള്ളത്. 4 പാർട്ട്, 1 2 മനസ്സിലാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതാം, 1 2 3 4. ഈ 4 പാർട്ട് കൂടി ആഡ് ചെയ്തതാണ് ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ 4 പാർട്ടിൻ്റെ ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, ടോട്ടൽ ഏരിയ. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യം നോക്കാം, ഏരിയ ഓഫ് ദ ട്രാക്ക് ഈസ് ഈക്വൽ ടു ആദ്യം ഏരിയ ഓഫ് 1. ഇങ്ങനെ മനസ്സിലാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുന്നു, ഏരിയ ഓഫ് 1 പ്ലസ് ഏരിയ ഓഫ് 2 പ്ലസ് ഏരിയ ഓഫ് 3 പ്ലസ് ഏരിയ ഓഫ് 4. 1 2 3 4 ഏതാണെന്ന് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ 4 പാർട്ടിൻ്റെ ഏരിയ കൂടി ആഡ് ചെയ്താലാണ് ടോട്ടൽ ഏരിയ കിട്ടുക. ഇനി ഏരിയ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 106 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ വിഡ്ത്ത് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. അത് എത്രയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ട്രാക്കിൻ്റെ 10 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ വരെ 10 ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ദ ട്രാക്ക് 10 മീറ്റർ ആണെന്ന്. അപ്പോൾ ഏരിയ ഓഫ് 1 എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ 106 ഇൻറ്റു 10 എന്ന് വരും കേട്ടോ. ഏരിയ ഓഫ് 3 ആണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 2ഉം 4ഉം അവസാനം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഏരിയ ഓഫ് 3 എന്ന് പറയുന്നത് നോക്കൂ, ഏരിയ ഓഫ് 3 എന്ന് പറയുന്നത് വീണ്ടും എന്താണ് വന്നിട്ടുള്ളത്, 3 എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 106 ആണ്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇതിൻ്റെ ലെങ്ത്ത് 106ഉം വിഡ്ത്ത് 10ഉം ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറും തേർഡ് ഫിഗറും സിമിലർ ആണ്, സെയിം ആണ് അല്ലേ ആക്ച്വലി. അപ്പോൾ 106 ഇൻറ്റു 10 ആയിരിക്കും ഏരിയ ഓഫ് 2 എന്ന് പറയുന്നത് കേട്ടോ. ഏരിയ ഓഫ് 2 ഏരിയ ഓഫ് 3 എന്ന് പറയുന്നത് അതാണ് ഞാൻ ചെയ്തത്. ഏരിയ ഓഫ് 1 ആണ് ഞാനിവിടെ ചെയ്തത്. ഏരിയ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 106 ഇൻറ്റു 10, രണ്ടും സെയിം തന്നെ. ഇനി ഏരിയ ഓഫ് 2ന് ഞാൻ അവസാനം എഴുതാണ് കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. പ്ലസ് ഏരിയ ഓഫ് 4, അത് രണ്ടും അടുപ്പിച്ച് എഴുതി. ഏരിയ ഓഫ് 2ഉം ഏരിയ ഓഫ് 4ഉം തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അവസാനം എഴുതിയിട്ടാ. 1ഉം 3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു, 2ഉം 4ഉം അവസാനം എഴുതി. നോക്കാം നമുക്കിനി. 106 ഇൻറ്റു 10 നമുക്കറിയാം 1060 ആണ്. വീണ്ടും 106 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1060 ആണ്. 2ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ 2 എന്ന് പറഞ്ഞ ഫിഗർ, ഇതാണ് നമ്മുടെ 4 എന്ന് പറഞ്ഞ ഫിഗർ. നോക്കൂ, ഇത് 2 സെമി സർക്കിൾസ് ആണല്ലോ. 2 സെമി സർക്കിൾസ്, അതായത് ഇവിടെ കൊടുത്തിട്ട് അടുത്ത 2 സെമി സർക്കിൾസ് ഇവിടെ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഇതാണ് 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2ഉം 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിംഗ് ആയി മാറുമല്ലോ. അപ്പോൾ 2 സെമി റിങ്സ്, സർക്കിൾസ് അല്ല സെമി റിങ്, 2 റിങ്ങുകൾ, സെമി റിങ് എന്ന് പറയാം അല്ലേ. റിങ്ങിൻ്റെ പകുതിയാണ് 2ഉം 4ഉം. അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ റിങ് ആയി കിട്ടും അല്ലേ. ഇസ് ഏരിയ ഓഫ് എ റിങ് എന്ന് ഞാൻ തൽക്കാലം എഴുതാണ് കേട്ടോ. 2ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഏരിയ ഓഫ് എ റിങ്. 2 എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 4 എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് എ റിങ് കിട്ടും.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1060 കൂടി 2120 എന്ന് എഴുതാം. ഏരിയ ഓഫ് എ റിംഗ് കാണാനായിട്ട് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. രണ്ട് സർക്കിൾസിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഏരിയയാണ് ഏരിയ ഓഫ് എ റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഏരിയ ഓഫ് എ റിംഗ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ച് ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആറും ഇന്നർ റേഡിയസ് സ്മോൾ ആറും ആണെങ്കിൽ ബിഗർ സർക്കിളിൽ നിന്ന് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, ഏരിയ ഓഫ് ദ റിംഗ് കിട്ടുക. ശരിയാണല്ലോ. പുറത്തെ സർക്കിളിൽ നിന്ന് ഉള്ളിലത്തെ സർക്കിൾ മൈനസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക, ഏരിയ ഓഫ് ദ റിംഗ് ആയിരിക്കും കിട്ടുക. അതിൻ്റെ ഫോർമുല അപ്പോൾ എങ്ങനെ എഴുതാം, പൈ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അതാണ് ഏരിയ ഓഫ് എ റിംഗ് കാണാനായിട്ടുള്ള ഫോർമുല. ഔട്ടർ സർക്കിളിൽ നിന്ന് ഇന്നർ സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യാം. അപ്പോൾ പൈ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇതാണ് റിംഗിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല. ഇത് പഠിക്കണം കേട്ടോ. പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി 2120 പ്ലസ് പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ്. ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ഇന്നർ റേഡിയസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം 60യുടെ പകുതി 30 ആണ് ഇന്നർ റേഡിയസ്. ഇത് വിഡ്ത്ത് ആയിട്ടാണ് വരിക അല്ലേ. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ, 10. അപ്പോൾ നോക്കൂ 30 + 10 അതായിരിക്കും ഔട്ടർ റേഡിയസ് വരിക. ഔട്ടർ റേഡിയസ് കിട്ടാനായിട്ട് ഇന്നർ റേഡിയസിൻ്റെ കൂടെ വിഡ്ത്ത് ആഡ് ചെയ്യണം കേട്ടോ. 30 + 10 എത്രയായിരിക്കും വരിക, 14 കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇന്നർ റേഡിയസ് 30 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വിഡ്ത്ത് ഓഫ് ദ ട്രാക്ക് 10 ആണ്. അപ്പോൾ 30 + 10 എന്ന് പറയുന്നതാണ് ഔട്ടർ റേഡിയസ്. ക്യാപിറ്റൽ ആർ വരിക 40. അപ്പോൾ 40 സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസ് നമ്മൾ നേരത്തെ എഴുതി 30 സ്ക്വയർ ആണ് അല്ലേ. പുറത്തെ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ, ഉള്ളിലെ സർക്കിളിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അപ്പോൾ 2120 പ്ലസ് 22/7 ഇൻറ്റു 40 സ്ക്വയർ 1600, 30 സ്ക്വയർ 900 അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2120 പ്ലസ് 22/7 ഇൻറ്റു 1600 900 മൈനസ് ചെയ്യുമ്പോൾ 700 ആയി അല്ലേ. 700 കട്ടി 100 ആയി. സോ ഇറ്റ് വിൽ ബി 2120 പ്ലസ് 22 ഇൻറ്റു 100 2200 ആയി അല്ലേ. ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 4320. യൂണിറ്റ് എന്താ, മീറ്റർ. സോ മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ ആൻസർ വരിക 4320 മീറ്റർ സ്ക്വയർ എന്നാണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലാക്കേണ്ടത് ഇതിന് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. 2 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ആ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു അല്ലേ, ഇതും ഇതും. ഇനി 2 സെമി റിംഗ് ആണ് ഉണ്ടാവുക. 2 സെമി റിംഗ് ആണ് ഇതും ഇതും. അത് ആഡ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് എ റിംഗ് കിട്ടും. റിംഗ് കാണാനായിട്ടുള്ള ഫോർമുല പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. എങ്ങനെയാണ് ഈ റിംഗ് കിട്ടിയത്, 2 സെമി റിംഗ്സ് കൂടി ജോയിൻ ചെയ്താണ്. ഹാഫ് ഓഫ് ദ റിംഗ്സ് 2 എണ്ണം ഉണ്ട്. അത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് റിംഗ് കിട്ടും കേട്ടോ. റിംഗ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം, കാരണം ഇത്രയും പോർഷൻ ആണുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് എ റിംഗ് കാണാനുള്ള ഫോർമുല പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഈ 4 പാർട്ട് കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യാനായിട്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഡിഫിക്കൽട്ട് എന്ന് പറയാനായിട്ട് പറ്റില്ലെങ്കിലും കുറച്ചധികം ചെയ്യാനായിട്ടുണ്ട്. ഫിഗർ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ ചെയ്യാൻ പോകണം. എ ബി ആൻഡ് സി ഡി ആർ 2 ഡയാമീറ്റേഴ്സ് ഓഫ് എ സർക്കിൾ perpendicular to each other and OD is the diameter of the smaller circle. If OA is equal to 7 cm, find the area of the shaded region. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കുക. ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം കേട്ടോ. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഫിഗറാണ്. അപ്പോൾ ഇവിടെ ഏരിയ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഭാഗം ഒന്ന് ഈ പോർഷനാണ്, ഒന്ന് ഈ പോർഷനാണ്, പിന്നെ ഈ ഒരു സർക്കിൾ. ഇത്രയും 3 ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ. ഈ പോർഷനും ഈ പോർഷനും പിന്നെ ഈ ഒരു സർക്കിളും ചേർന്നതാണ് ടോട്ടൽ ഷെയ്ഡഡ് പോർഷൻ. ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മറ്റൊരു കാര്യം OA എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു. OA എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആണെങ്കിൽ OA എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ സർക്കിളിൻ്റെ ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും അല്ലേ. 2 സർക്കിൾ ഉള്ളത് കൊണ്ട് ഞാൻ ബിഗർ സർക്കിളിനെ ക്യാപിറ്റൽ ആർന്ന് എടുത്തു കേട്ടോ. അപ്പോൾ OA എന്ന് പറയുന്നത് ബിഗർ സർക്കിളിൻ്റെ എന്താണ്, റേഡിയസ് ആണ്. അതാണ് തന്നിട്ടുള്ള
7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം കൂടി അവിടെ പറഞ്ഞു. എ ബി ആൻഡ് സി ഡി ആർ ടു ഡയാമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ. എ ബി സി ഡി എന്ന് പറയുന്നത് ഡയാമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. ഇനി എന്താണെന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നു. ആൻഡ് ഒ ഡി ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ. അപ്പോൾ ഈ രണ്ട് ഡയാമീറ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യനിൽ. ഇത് പെർപെൻഡിക്കുലർ ആണ്, ഈ ഡയാമീറ്ററും പെർപെൻഡിക്കുലർ ആണ്. അതാണ് മറ്റൊരു ക്ലൂ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഒ ഡി ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ. ഒ ഡി എന്ന് പറയുന്നത് ചെറിയൊരു സർക്കിൾ ഉണ്ട് ഇവിടെ, ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. അപ്പോൾ ഒ ഡി എന്ന് പറയുന്നത് ഈ സ്മോളർ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. അതെന്താണെന്നാണ് പറയുന്നത്? സർക്കിൾ ഡയാമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ. നോക്കുക, ഒ ഡി എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. ഒ ഡി എന്ന് പറയുന്നത് ബിഗർ സർക്കിളിൻ്റെ എന്തായിരിക്കും വരിക? റേഡിയസ് ആണ്. ക്ലിയർ ആണോ? കാരണം സി ഡി ഡയാമീറ്റർ ആണെങ്കിൽ ഒ ഡി എന്ന് പറയുന്നത് ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഒ ഡിനെ രണ്ട് തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒ ഡി ബിഗർ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണെങ്കിൽ, കറക്ഷൻ, ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആണെങ്കിൽ ഒ ഡി എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിൻ്റെ എന്താണ്? ഡയാമീറ്റർ ആണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി ഞാൻ പറയാം. ഒ ഡി എന്ന് പറയുന്നത് ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, സ്മോളർ സർക്കിളിൻ്റെ എന്താണ്? ഡയാമീറ്റർ ആണ്. അപ്പോൾ ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒ ഡി എന്ന് പറയുന്നത് ടോട്ടൽ എത്രയായിരിക്കും വരിക? 7 സെൻറ്റിമീറ്റർ ഒ ഡി. അപ്പോൾ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 7/2. ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് 7 ആണെങ്കിൽ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാ? 7/2. അത് മനസ്സിലാവാൻ നമുക്കിവിടെ ഒന്ന് എഴുതി വയ്ക്കാം. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് 7, സ്മോൾ ആർ എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും വരിക ഡയാമീറ്ററിന്. അതായത് ബിഗർ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ പകുതിയാണ് സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് വരിക. അപ്പോൾ എത്രയായിരിക്കും വരിക? 7/2. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് റീജിയൻ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ഞാൻ പറഞ്ഞു. ഈ 3 പോർഷൻസ് ചേർന്നതാണ് നമ്മുടെ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 തരത്തിലാണ് ചെയ്യാൻ പറ്റുക, 2 സെക്ഷനായിട്ട് ചെയ്യാം. ഒന്ന്, ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം, ഷെയ്ഡഡ് പോർഷൻ അല്ലേ. ഈ സർക്കിളിൻ്റെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സർക്കിളാണ്. അത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാമല്ലോ, സ്മോളർ സർക്കിളിൻ്റെ ഏരിയ. പിന്നെ ഈ 2 പോർഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊരു സെമി സർക്കിൾ ആണല്ലോ, കാരണം എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. അപ്പോൾ ആ ഡയാമീറ്ററിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഏരിയ ഓഫ് ദീസ് 2 പോർഷൻ ആയിരിക്കും. കറക്റ്റ് ആണോ? ഏരിയ ഓഫ് സെമി സർക്കിളിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ ഈ 2 സെക്ഷൻ്റെ ഏരിയ കിട്ടും, ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് പോർഷൻ കിട്ടും. എന്നിട്ട് ആ കിട്ടുന്ന ഏരിയനെ സർക്കിളിൻ്റെ ഏരിയ കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ സ്മോളർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ ഈസ് ഈക്വൽ ടു, സ്മോളർ സർക്കിൾ എന്ന് പറയുന്നത് ഷെയ്ഡഡ് റീജിയൻ ആണ് കേട്ടോ. അപ്പോൾ ഏരിയ ഓഫ് ദ സ്മോളർ സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ സർക്കിൾ ഏതാ? പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു റേഡിയസ് ഓഫ് സ്മോളർ സർക്കിൾ. സ്മോളർ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ് 7. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 7/2 അല്ലേ. അപ്പോൾ റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7/2 ഇൻറ്റു 7/2 എന്ന് വരും. ഓക്കെ, 7ഉം കട്ട് ചെയ്തു. 22ൽ 11 ടൈംസ് 11 ഇൻറ്റു 7 77/2. ദാറ്റ് മച്ച് യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് സെൻറ്റിമീറ്റർ. സോ ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും ഏരിയ ഓഫ് ദ സ്മോളർ സർക്കിൾ വരിക. അപ്പോൾ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ 77/2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി ഈ 2 ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? സെമി സർക്കിളിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ റിമൈനിങ് ഷെയ്ഡഡ് റീജിയൻ എന്നാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. സർക്കിൾ ഒഴിച്ച് ബാക്കിയുള്ള റിമൈനിങ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു
ആ രണ്ട് പോർഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോർഷൻ ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ ടു ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെമി സർക്കിൾ എന്ന ട്രയാങ്കിൾ, സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഉണ്ടോ, ഇതിൽ നിന്ന് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ. ഏരിയ ഓഫ് ദ സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ സെമി സർക്കിളിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും വരിക, ആണല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ഓഫ് പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ ബൈ 2 അല്ലേ, സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ. മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം ഹാഫ് ബി എച്ച്. ഞാനത് ഒരുമിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഹാഫ് പൈ ആർ സ്ക്വയർ ആണ് സെമി സർക്കിൾ വരിക, ഹാഫ് ബി എച്ച് ആണ് ട്രയാങ്കിൾ വരിക. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇതിന്ന് ഹാഫിനെ പുറത്തേക്ക് എടുക്കാം അല്ലേ. സോ ഹാഫ് ഇൻറ്റു ബാക്കി ഇവിടെ ഉണ്ടാവുക പൈ ആർ സ്ക്വയർ മൈനസ് ഇവിടെ ഹാഫ് പോയാൽ ബി ഇൻറ്റു എച്ച് ആണല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഹാഫ് അതുപോലെ എഴുതി. പൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 22/7 ആണല്ലേ. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ബിഗർ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ അല്ലേ. അത് എത്രയാണ്? 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു 7 എന്ന് വരും. മൈനസ് ഇവിടെ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ എ ബി ആണ് കേട്ടോ. എ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്, റേഡിയസ് 7 ആണ്, ഇവിടെയും 7 ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ബേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. ക്ലിയർ ആണല്ലോ. എ ബി ആണ് ബേസ് ആയിട്ട് വരിക. ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ എത്രയാ? 7 + 7 അല്ലേ. അപ്പോൾ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 14 ആണ് കേട്ടോ. ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് ആണ് വരിക. റേഡിയസ് എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ അവിടെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 7 ആണ്. മനസ്സിലാക്കണം. ആ ട്രയാങ്കിളിൻ്റെ ബേസ് ഡയാമീറ്ററും ഓൾട്ടിറ്റ്യൂഡ് റേഡിയസും ആണ് വരിക കേട്ടോ. അങ്ങനെയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ചെയ്യാം. ഹാഫ് ഇൻറ്റു 7 ഇവിടെ കട്ട് ചെയ്ത് പോയി 22 ഇൻറ്റു 7 അല്ലേ എന്ന് പറഞ്ഞാൽ 154 വന്നു അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 14 ഇൻറ്റു 7 70 + 28 98 ആയി അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ ഹാഫ് ഇൻറ്റു 154 98 മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്കറിയാം 56 വരും അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 56ൽ കട്ട് ചെയ്യാം. എത്ര ടൈംസാണ്? 28 ടൈംസ് അല്ലേ. അപ്പോൾ 28 യൂണിറ്റ് ഏതാ? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ റിമൈനിങ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോർഷൻ കൂടിയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഞാനിപ്പോൾ കണ്ടുപിടിച്ചത്. എത്രയാണ് അത് വരുന്നത്? 28 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദ റിമൈനിങ് ഷെയ്ഡഡ് റീജിയൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് പോർഷനാണ്. അതാണ് നമുക്ക് കിട്ടിയത് 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ടോട്ടൽ ഏരിയ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ടോട്ടൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ സർക്കിളിൻ്റെ ഏരിയയും പിന്നെ റിമൈനിങ് പോർഷൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്യണം. ഏതാണ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ? 77/2 അതാണ് സർക്കിളിൻ്റെ ഏരിയ അല്ലേ, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റിമൈനിങ് പോർഷൻ്റെ ഏരിയ എത്രയാ? 28. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് LC എടുക്കാം. ഈ 2 കൊണ്ട് 28ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. LC എടുക്കുമ്പോൾ 77 + 2 ഇൻറ്റു 28 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 56 ഡിവൈഡഡ് ബൈ എന്താണ് കോമൺ LCM വരിക? 2. അപ്പോൾ 2 കൊണ്ട് 28നെ മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ആയിട്ട് 2 LC എടുത്തു. 77ഉം 56ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 133 ഡിവൈഡഡ് ബൈ 2 അല്ലേ.
സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ 133 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 66.5 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 133/2 അല്ലെങ്കിൽ 66.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത ഈ സർക്കിളിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് 77/2 എന്ന് കിട്ടി. ഈ രണ്ട് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കാണാൻ സെമി സർക്കിളിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 28 ആയി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ LC എടുത്തിട്ട് ആഡ് ചെയ്തു. സോ യു വിൽ ഗെറ്റ് 66.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 പ്രോബ്ലമാണ് ഈ വീഡിയോയിൽ ചെയ്തത്. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പോൾ ആ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫായിട്ടുള്ള പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. ആ ഷേപ്പ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാം. റിമൈനിങ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.